ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്ന ഒരു ഗുരുവായൂർ പോയി ഇന്നലെ നമ്മൾ ഇറങ്ങിയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ 7 മണിക്കാണ് നമ്മളിവിടെ എത്തിയത്. ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹോട്ടലിനകത്ത് സ്പേസ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ നമുക്ക് ടീനൊക്കെ കുടിക്കാൻ പറ്റുന്നതാണ് ഈ സ്പേസ്. ഇത്രയും ഉണ്ടോ. ഇവിടെ ഒരു എന്ന് വെച്ചാൽ നമുക്ക് തുണിയൊക്കെ വിരിക്കുന്ന അങ്ങനത്തെ സ്പേസിങ് ആണിത്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ലഗേജ് ഒക്കെ ഇവിടെ വെക്കാനായിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഇത് വാഷ്റൂമാണ്. ഇതിപ്പോൾ അമ്മ ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം വാഷ്റൂം എങ്ങനെയാണ്. പിന്നെ ബെഡ്റൂമിന് അത്രയും വലിയ സ്പേസ് ഉണ്ട് ബെഡ്റൂമിന്. പിന്നെ ഇവിടെ TV ഉണ്ട്, ടീന് ഇടാനുള്ള സ്പേസ് ഉണ്ട്, AC ഉണ്ട്, കെറ്റിലുണ്ട്, പിന്നെ അങ്ങനെ ഒരു പാട്ടുണ്ട്. 2 സ്പേസ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ലഗേജ് വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പിന്നെ നമുക്ക് വല്ല അർജൻറ്റ് ഉണ്ടെങ്കിൽ ഫോൺ കോൾ ചെയ്യാൻ ഫോണും ഉണ്ട് ഇവിടെ. അപ്പോൾ മാക്സിമം എല്ലാം ഉണ്ട്. അപ്പോൾ അടിപൊളിയെന്ന് പറഞ്ഞാൽ അത് അടിച്ച് പൊളിച്ചു. ആ ബെഡ് അല്ല ഇങ്ങനെ കുതിക്കുന്ന ബെഡാണ് കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല. കർട്ടൻ്റെയൊക്കെ കളർ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ലൈക്കാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. നല്ല കിളിയുടെയൊക്കെ ശബ്ദമൊക്കെ കേട്ടിട്ട് വെളിയിലാകുമ്പോൾ കുറച്ച് ചൂടൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ഈ സ്പേസിൽ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. വെളിയിലോട്ടൊന്നും കാണിച്ചില്ലല്ലോ. വെളിയിൽ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് വീട് ഉണ്ടോ, അങ്ങോട്ടൊക്കെ വീടൊക്കെ ഉണ്ട്. പിന്നെ കുറേ ട്രീസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ മഴയുടെ കോളുണ്ട്. നിങ്ങൾ കാണാൻ പറ്റുമെന്ന് എനിക്കറിയുന്നൂടെ. മഴയുടെ കോളുണ്ട്. മഴ എപ്പോഴെങ്കിലും പെയ്യും. ഈ ഹോട്ടലിൽ നിന്ന് ഗുരുവായൂർ പോയൊരു വെച്ച് നോക്കുകയാണെങ്കിൽ മിനിമം ഒരു 100 കിലോമീറ്റർ ആണ്. 100 കിലോമീറ്റർ അല്ല, 10 കിലോമീറ്റർ ആണ് കേട്ടോ. ഒരു 10 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് നടന്നു വരാണ്ടേ ഉള്ളായിരുന്നു. നടന്നു വന്ന് നമ്മളെ കാലൊക്കെ കുഴഞ്ഞ് ഇപ്പം നമ്മൾ അവിടെ നിൽക്കുന്നേ ഉള്ളാവുള്ളൂ. നമ്മൾ അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് പിന്നെ സൂപ്പറായിരുന്നു. റൂമിൻ്റെ കീയൊക്കെ കിട്ടി. നമുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ AC ഒക്കെ ഉണ്ട്, ഫാനും ഉണ്ട് കേട്ടോ. പിന്നെ ഡോറിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ ഒരു വഴി കാണിക്കുന്നുണ്ട് കണ്ടോ. കാണിച്ചു തരാം. ഒരു വഴി ഇങ്ങനെ വഴി കാണിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താണോ എന്തോ. പിന്നെ ഇവിടെ കുറേ സ്വിച്ച് ഉണ്ട്. ഇങ്ങനത്തെ കുറേ സ്വിച്ച് ഉണ്ട്. ലൈറ്റിൻ്റെ ഫാനിൻ്റെ അല്ലാത്ത സ്വിച്ചുകളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് ലൈറ്റ് ഇടണമെങ്കിൽ ഓരോരോ സ്വിച്ച് ഇടണം. ഇത് ബാൽക്കണിയാണ്. ബാൽക്കണിയുടെ ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും നമുക്ക്. ഇനി ബാൽക്കണി ക്ലോസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. കറക്റ്റ് ഉള്ളിലാക്കിയതിന് ശേഷം ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. ക്ലോസ് ആക്കിയിട്ട് കർട്ടൻ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ടാലും മതി. കുറച്ച് സ്പേസ് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടോ നമ്മൾ ഒരു വെളിച്ചവും ഒരു ഇരുട്ടിൻ്റെ നടുക്കായിട്ടിരിക്കുന്നവരെ നമുക്ക് തോന്നും. അതുപോലെ ഇവിടെ നിന്ന് നമ്മൾ ഗ്ലാസ്സിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ട് നല്ല രസമുണ്ടല്ലേ. വെളിയൊക്കെ കാണാൻ അടിപൊളിയാണ്. ഇവിടെ ഈ വെളിയിന് ഈ ടേബിളിൻ്റെ ആ കസേരയുടെ അപ്പുറത്ത് ഇരുന്നിട്ട് നമുക്ക് ടീനോ കോഫിയോ കുടിക്കാൻ അടിപൊളിയായിരിക്കും എന്തായാലും. പിന്നെ ഇപ്പം ഇവിടെ തന്നെ കുറേ ഗ്ലാസ്സസ് വന്നിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ ഇവിടെ നിന്നാണ് വരുന്നതല്ല. വാഷ്റൂം അടിപൊളിയാണ്. ഞാൻ കണ്ടു വാഷ്റൂം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒന്ന് കാണിച്ചു തരണം. എനിക്ക് വാഷ്റൂം ഉണ്ട്. ഡോറിൻ്റെ കീ ഞാൻ കാണിച്ചില്ലല്ലോ നിങ്ങൾക്ക്. ഡോറിൻ്റെ കീ വെക്കുന്ന സ്പേസ് ഇവിടെയാണ് കേട്ടോ. കാണിച്ചു തരാം. ഡോറിൻ്റെ കീ ഇതാണ് കേട്ടോ. നമ്മളെ ഡോറിൻ്റെ കീ എത്ര റൂം നമ്പർ ആണെന്ന് വെച്ചാൽ 305 ആണ് നമ്മളെ റൂം നമ്പർ. ഓക്കെ, 305 ആണ് നമ്മളെ റൂം നമ്പർ. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുറേ ആൾക്കാരുണ്ട്. നമുക്കിത് ഇവിടെ വെച്ച് കൊടുക്കാം കേട്ടോ.
ആ കൊല്ലം ഇരുന്ന് ആ സ്ഥലത്ത് തന്നെ വെച്ച് കൊടുക്കാം. ഇനി ഞാൻ മാറ്റിയതിനിപ്പോൾ അതുപോലെ ഇവിടെ നിന്നും കുറേ സ്വിച്ചസ് ഉണ്ട്, ഞാൻ മാറ്റിയതിനിപ്പോൾ അതായിരിക്കും ഇനിയിപ്പോൾ പ്രശ്നം. പിന്നെ ഇവിടെ ഇലക്ട്രിക്കിൻ്റെ എന്ത് ആണ്. പിന്നെ നമുക്ക് ഇവിടെ ക്രീംസ് ഒക്കെ വെക്കാൻ പറ്റും ഇതിൻ്റെ മുകളിൽ. പിന്നെ അതുപോലെ നമ്മൾ കൊണ്ടുവന്ന കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ ഉണങ്ങായിട്ടുണ്ടെങ്കിൽ ഇതാ ഈ മുകളിൽ ഇവിടെ ഒരു ഹാങ് ഉണ്ട്, അവിടെ ഇട്ടാൽ മതി ഉണങ്ങാൻ. അപ്പോൾ സൂപ്പറായിട്ടാണ് ഞാനിപ്പോൾ കണ്ണാടിയുടെ മിററിൽ നോക്കിയിട്ടാണ് അപ്പോൾ സംസാരിക്കുന്നത്. കലാപനെ കാണാൻ കലാപനെ കാണാൻ മിററിൽ നോക്കി സംസാരിക്കുമ്പോൾ നല്ലൊരു രസമുണ്ട് അല്ലേ? ഓക്കെ, പിന്നെ എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല. ഇവിടെ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ കിട്ടിയാണ് ഞാൻ ഭയങ്കര ഇതാണ്. പിന്നെ ഇതിൻ്റെ അടിയുണ്ടല്ലോ, ഇതിൻ്റെ അടിയിൽ നമുക്ക് ഷൂ ഒക്കെ നമ്മൾ ഇട്ടുകൊണ്ട് വന്ന ഷൂ ഒക്കെ ഇടാം. പിന്നെ വേറെ പണിയൊന്നുമില്ല. പിന്നെ ഇതിനകത്താണെങ്കിൽ 1 ലെയർ 2 ലെയർ 3 ലെയർ 3 ലെയറിൻ്റെ അവിടെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, വേസ്റ്റ് ബാസ്ക്കറ്റ്. ഇവിടെ ഒരു 1 ലെയർ ഉണ്ട് ഹാങ് ചെയ്യുന്ന, അതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ. എന്തായാലും കൊള്ളാട്ടോ സംഭവം. വെളി ഇറങ്ങുമ്പോൾ ചൂടായിട്ട് തോന്നുമെങ്കിൽ അകത്ത് AC ഒക്കെ ഉണ്ടായിരുന്നു, നല്ല തണുപ്പായിട്ടാണ് തോന്നുന്നത്. ഈ വാഷ്റൂമിലെ വെള്ളം തണുപ്പാണോ ചൂടാണോ എന്ന് അറിഞ്ഞുകൂടെ. എനിക്ക് ചൂടുവെള്ളം മെയിനായിട്ട് വേണം, കാരണം ചൂടുവെള്ളം ഇല്ലെങ്കിൽ കുളിക്കാനേ കഴിയില്ല. അപ്പോൾ എന്തായാലും ഇവിടുത്തെ വീഡിയോ ഇത്ര നല്ലതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്മ വരുന്നവരെ ഞാൻ ഈ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കും, കാരണം എന്നാലും എനിക്ക് വാഷ്റൂം കാണിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോ എടുത്തിട്ട് വാഷ്റൂം കാണിക്കണേ നിങ്ങളെ. അത് എൻ്റെ ഒരു അബദ്ധം. ആദ്യമേ വാഷ്റൂമിൽ പോയി ഞാനാണ്, രണ്ടാമത് അമ്മ ഇപ്പോൾ ബാത്തിങ്ങാണ്, മൂന്നാമത് ഇനിയിപ്പോൾ അച്ഛൻ പോവും. ഫസ്റ്റ് അമ്മാമ്മ പോയി, സെക്കൻഡ് അമ്മ പോയി, തേർഡിന് അച്ഛൻ പോവും, ഫോർത്ത് അബി പോവും, ഫിഫ്ത്ത് ഞാൻ പോവും കേട്ടോ. അഞ്ചാമത് ഞാനാ പോകണം, കാരണം എനിക്ക് പേടിയുണ്ട് വെള്ളത്തിൽ കുളിക്കാൻ. എന്ന് വെച്ചാൽ നമ്മളെ വീട് മാറിയിട്ട് ഒരു ഹോട്ടലിൽ നിന്നൊക്കെ വന്നിട്ട് കുളിക്കുക, അതെനിക്ക് അലർജി ഒന്നുമല്ല, മുടി പൊഴിഞ്ഞു പോകും, അതാണ് മെയിനായിട്ടുള്ള ഒരു പേടി. അപ്പോൾ ഇവരൊക്കെ കുളിച്ചിട്ട് എങ്ങനെ ചൊറിച്ചിലുണ്ടോ വെള്ളത്തിന്, അങ്ങനെ അലർജീസ് പൊക്കൽ അങ്ങനെ വരുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഫസ്റ്റ് കുളിപ്പിക്കുന്നത് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഞാനും കുളിക്കും. ലാസ്റ്റ് ഞാൻ കുളിച്ച് കഴിയുമ്പോൾ എനിക്ക് നല്ല ഇതായിട്ട് തോന്നുന്നെങ്കിൽ ഞാൻ ഇവിടെ കിടക്കും. പിന്നെ അതുപോലെ ഇവിടെ ടവല് വന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് കുളിച്ചിട്ട് ഇറങ്ങിയിട്ട് നമുക്കിത് തലയൊക്കെ തോർത്താനായിട്ട് ടവല് വന്നിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്തായാലും കൊള്ളാട്ടോ. എന്തായാലും ഹോട്ടലിൽ നല്ലൊരു രസമുണ്ട്, അടിപൊളിയാണ് ഇത്. പിന്നെ ഈ ബെഡിൻ്റെ ഈ സൈഡ്സൊക്കെ അല്ലേ വുഡിൻ്റെ പീസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ബെഡ് മേടിച്ചവരിട്ടാണ്, ബെഡിൻ്റെ സൈഡ് മുഴുവൻ വുഡാണ് കേട്ടോ. എൻ്റെ തൊണ്ട വേദനിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ, കാരണം അമ്മ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. കുളിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കേണ്ടി വരും, അതാണ്. എൻ്റെ ഈ പല്ല് കണ്ടോ ആടിയിരിക്കുകയാണ്, ഇളകിപ്പോവും ഇപ്പോൾ. അച്ഛൻ പറഞ്ഞു ഇവിടുന്ന് ഇളക്കണ്ട, അവിടെ മുഴുവൻ ബെഡ് മുഴുവൻ ബ്ലഡ് ആവും എന്ന് പറഞ്ഞു. പിന്നെ ഇളക്കിയില്ല. ഡ്രസ്സ് ഇതാണ്, ഞാൻ ഈ അമ്പലത്തിൽ ഇട്ടുകൊണ്ട് പോകുന്നത് നമ്മൾ നാടൻ പട്ടുപാവാട ഉടുപ്പാണ്, അല്ല വേറെ ഇതാണ് ഇട്ടുകൊണ്ട് പോകണം കേട്ടോ. പട്ടുപാവാട ഉടുപ്പ് ഞാൻ കാണിച്ചിടാം, അതിൻ്റെ ഈ ഒരു ഉടുപ്പാണ്. കൊള്ളാട്ടോ, എനിക്കിഷ്ടമായത്, നല്ല രസമുണ്ടോ ഡ്രസ്സാണ്. അതിന് വേറെ സിബൊന്നും വിട്ടിട്ടില്ല, സിബില്ല എല്ലാം തോന്നുന്നു, സിബൊന്നും വിട്ടിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ലൈറ്റ്സൊക്കെ ഇങ്ങനെ നാല് ചുറ്റിന് 3 ചുറ്റിനും കിടക്കുന്നുണ്ടല്ലേ, 3 ഇതാക്കിയിട്ടുണ്ട്, 3 സ്പേസാണ്. പിന്നെ ആ വഴിയുണ്ടല്ലോ ഞാൻ നേരത്തെ കാണിച്ച് വഴി പോലത്തെ ഇത് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ നോക്കി, നമ്മളെ റൂം നമ്പർ ഇവിടെ ഉണ്ട്, ഇവിടെ നേരെ പോയാൽ താഴെ എത്തുമ്പോൾ നമുക്ക് ഇവിടെ എത്തും. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയാൽ മതി. അപ്പോൾ ഇത് ഓരോരോ റൂമിൻ്റെ ഓരോരോ എക്സിറ്റ് ഇങ്ങനെ കൊടുത്തേക്കാനായിരിക്കും. ഡോറ് നമുക്ക് തുറക്കാൻ പറ്റില്ല. അതുപോലെ ഡോറിന് താഴെ ഒരു കുറ്റിയിടലുണ്ട്, മേളിൽ ഒരു കുറ്റിയിടൽ ഉണ്ട്, പിന്നെ ഇവിടെ ലോക്ക് ചെയ്യലും ഉണ്ട്. 3 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ
എനിക്ക് കൗളൊക്കെ തടിച്ചിരിക്കുകയാണല്ലേ. അപ്പോൾ അമ്മ ഇവിടെ ഇപ്പം റെഡി ആയി കളിക്കല്ല, സാരി കൊടുത്ത് സാരി കളിക്കാൻ ഇപ്പോൾ അമ്മമ്മയുടെ പ്ലേറ്റ് തന്നെ എടുത്ത് കൊടുക്കുകയാണ്. ഫൈറ്റായി പിന്നെ നമ്മളെല്ലാവരും സ്കിൻ ഓയിലി സ്കിന്നാണ്. എൻ്റെ അമ്മയുടെ, അമ്മാമ്മയുടെ, അച്ഛൻ്റെ, അബിയുടെ ഇവരൊക്കെ സ്കിൻ ഓയിലി സ്കിന്നാണ്. അച്ഛൻ നല്ല ഉറക്കത്തിലാണ്, നല്ല ഉറക്കമായിട്ട് ഇവിടെ കിടക്കാൻ. ഇതാണ് നമ്മളെ ബാഗ്. 1 ബാഗ് ഇത്, 3 ബാഗ് എടുത്തു, 2 ബാഗ് ഇത്, 3 ബാഗ് ഇതാണ് കേട്ടോ. 3 ബാഗ് ഇത് ഒരു ഹാൻഡ് ബാഗ് ഉണ്ടല്ലോ, അതാണ്. മോനെ എല്ലാ വീഡിയോയിലും എടുക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നതാണ്, മോനെ കാണിച്ചു തരുന്നില്ലല്ലോ, അത് എന്താണ് മോനെ കാണിച്ചു തരാത്തതിൻ്റെ പ്രശ്നം? മോനാണെങ്കിൽ ഒരു സമയം അടങ്ങിയിരിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളെ കാണിച്ചു തരണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ മോനെ അടങ്ങിയിരിക്കില്ല. മോനാണെങ്കിൽ അങ്ങോട്ടൊട്ടക്ക ഇങ്ങോട്ടൊട്ടക്ക അങ്ങനെ ഓടെയാണ്. ഒരു സ്ഥലം ഞാൻ പിടിച്ചു തന്നാലും എൻ്റെ വീഡിയോ മുഴുവൻ കൊള്ളാം. കാരണം ഇപ്പോൾ അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവൻ ഓടി ഒന്ന് പോവുക. അതാണ് മെയിനായിട്ട് അവനെ ഞാൻ കാണിക്കാത്തത്. ഇപ്പം എന്തായാലും അടങ്ങി ഇവിടെ കിടക്കുന്നുണ്ട്. മോനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ നമ്മുടെ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ മുഴുവൻ കിടന്ന് ഒരു ചുറ്റോട്ടക്കം കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് മൊബൈലിട്ടിട്ട് നമ്മൾ കിടത്തിയതാണ് കേട്ടോ അവിടെ. അതിൻ്റെ വാൾപേപ്പർ ഒട്ടിച്ച് നമുക്കിത് ഈ സ്പേസ് ആണെന്ന് പറയാം. ഇവിടെ പിന്നെ CCTV ക്യാമറ അങ്ങനെ ഒരു സാധനമില്ല. അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ഈ ഹോട്ടൽ നിങ്ങൾക്ക് ഗുരുവായൂരൊക്കെ വരണമെങ്കിൽ ഈ ഹോട്ടലിൽ ബുക്ക് ചെയ്താൽ മതി. അടിപൊളിയാണ്. ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ, സത്യം ഞാൻ മറന്നുവേണ്ട. അടിപൊളിയാണ്, എന്തായാലും കൊള്ളാം. ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്ന അമ്മേനെ വരാൻ വേണ്ടിയിട്ടാണ്. അമ്മ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നമുക്കിവിടെ ഹൈഡ് ആൻഡ് സീക്കൊക്കെ കളിക്കുമ്പോൾ കുറച്ച് സ്പേസൊക്കെ ഉണ്ട്, ഒളിക്കാനൊക്കെ പറ്റും. പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒളിക്കുന്ന സ്പേസ് ഇത് കണ്ടിട്ടില്ലെങ്കിൽ നമുക്കിവിടെ ആ ചേറിൻ്റെ ബാക്കിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നോക്കാൻ പറ്റില്ല.